കുറച്ച് ദിവസമായി സോഷ്യൽ മീഡിയ മുഴുവനും ചർച്ച ചെയ്യുന്നൊരു വ്യക്തിയാണ് എം.ടി. വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറ കഥകളും അദ്ദേഹത്തിൻ്റെ ദാമ്പത്യം, അതിനുശേഷമുള്ള ജീവിതം, ഇതൊക്കെ വലിച്ചു കീറി എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം എന്തായിരുന്നു എന്ന് എല്ലാ മലയാളികൾക്കും അറിയാം. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ മുഴുവനും മലയാള സിനിമയ്ക്ക് മുഴുവനും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രമീളയും ഇതുപോലെ ഒരുപാട് കഴിവുള്ള ഒരു കഥാകാരിയും എഴുത്തുകാരിയും ഒക്കെ ആയിരുന്നു. പക്ഷേ കല്യാണത്തിന് ശേഷം, ഒരുപാട് നാളത്തെ പ്രണയത്തിന് ശേഷം എം.ടി. വാസുദേവൻ നായരുടെ ജീവിതത്തിലേക്ക് വന്ന പ്രമീള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെത്തിയപ്പോൾ, കുഞ്ഞുണ്ടായപ്പോൾ അവരുടെ കഴിവുകൾ മുഴുവനും ബാക്കി വെച്ച് കുഞ്ഞിന് വേണ്ടിയും എം ഡിക്ക് വേണ്ടിയൊക്കെ ജീവിച്ചു എന്നാണ് കേൾക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് എം ഡിക്ക് അവരുടെ കുഞ്ഞിനെ ഡാൻസ് പഠിപ്പിക്കാൻ വന്ന സരസ്വതി എന്ന ഒരു സ്ത്രീയുമായി പ്രണയത്തിലാവുകയും അവരെ വിവാഹം കഴിക്കുകയൊക്കെ ചെയ്തു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും പ്രമേള ഉള്ളപ്പോൾ തന്നെയാണ് ഇത് സംഭവിച്ചത്. അതുകൂടാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അമിത മദ്യപാനവും, വീട്ടിലെ ഒരു ഹെൽപ്പോ അല്ലെ ഒരു കാര്യവും വീട്ടിൽ ശ്രദ്ധിക്കാതായതും, കുഞ്ഞിന് പനി വന്നപ്പോൾ ഒരു മരുന്ന് പോലും വാങ്ങിക്കൊടുക്കാൻ നിൽക്കാതെ കൂട്ടുകാരന്മാരുടെ കൂടെ പോയതും ഒക്കെ ഈ കഥകളിലൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല എന്താണ് അവരുടെ ഇടയിൽ സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും അവരൊരുപാട് വേദനിച്ചിട്ടുണ്ട്. പക്ഷേ അവസാന കാലത്ത് അവർക്ക് ഷുഗറൊക്കെ വന്ന് അമേരിക്കയിൽ നിന്ന് നാട്ടിൽ സെറ്റിൽ ചെയ്തതിന് ശേഷം എം ഡിയെ കാണണമെന്നൊരാഗ്രഹം അവർ അറിയിച്ചിട്ടും എം ഡി അതിന് സമ്മതിച്ചില്ല എന്ന് കേട്ടു. എന്തായാലും ഒരിക്കൽ ആവോളം സ്നേഹിക്കുകയും അവരുടെ കൂടെ ജീവിക്കുകയും ആ എം ഡിയുടെ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തൊരു സ്ത്രീ എന്ന നിലയിൽ ആ സ്ത്രീ തെറ്റ് ചെയ്ത ഒരാളുടെ കൂടെ ഓടിപ്പോയതല്ലല്ലോ. അപ്പോൾ അവസാന കാലത്ത് എൻ്റെ ഭർത്താവായിരുന്ന ഒരാളെ കാണണമെന്നൊരാഗ്രഹം, അല്ലെ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ, അവരെ ഒന്ന് കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഇത്രയും കേരളത്തിൽ തിളങ്ങി നിൽക്കുന്ന, എല്ലാവർക്കും നല്ല കരയുന്നതും അങ്ങനെയൊക്കെയുള്ള സിനിമ സമ്മാനിച്ച എം ഡിക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കായിരുന്നു, അല്ലേ? അവരായ ആഗ്രഹം നിറവേറ്റാതെയാണ് മരിച്ചു പോയത് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിൽ നമുക്കൊരു കുറ്റപ്പെടുത്തൽ എന്തായാലും എം ഡിയെ ചെയ്യാം. അല്ലാതെ എം ഡിയെ പ്രമീളയല്ലല്ലോ വഞ്ചിച്ചു പോയത്. അതൊക്കെ നിൽക്കട്ടെ. എം ഡിയുടെ ജീവിതം കീറി മുറിക്കാനോ എം ഡിയെ പറ്റി കൂടുതൽ പറയാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സാധാരണ മനുഷ്യർക്കിടയിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഭാര്യയും ഭർത്താവും ഒരുപാട് സ്നേഹിച്ച് കല്യാണം കഴിച്ച് ജീവിക്കുന്നതിനിടയിൽ ഏതെങ്കിലും ഒരു സ്ത്രീയോ പുരുഷനോ കയറി വന്നു കഴിഞ്ഞാൽ ആ ദാമ്പത്യം പിന്നെ ഒരിക്കലും അത് നന്നാവുന്നില്ല. നമ്മൾ പറയുന്നില്ലേ, ഒരു കണ്ണാടി പൊട്ടിക്കഴിഞ്ഞാൽ അത് എത്രമാത്രം ഏത് ഗ്ലൂ സ്റ്റിക്ക് ഇട്ടിട്ട് ഒട്ടിച്ചാലും ആ കണ്ണാടി, ആ വിടവ് അവിടെ ഉണ്ടാവും എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. ഒരു ജീവിതത്തിൽ കുഞ്ഞുങ്ങളുമായി സ്നേഹിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭാര്യക്കായാലും ഭർത്താവിനായാലും ഒരു മൂന്നാമതൊരാളോട് സ്നേഹം തോന്നിത്തുടങ്ങിയാൽ അവിടെ തീർന്നു ജീവിതം. അത് കണ്ടുപിടിച്ചാലും ഇല്ലെങ്കിലും, കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ആ സ്നേഹം അങ്ങോട്ട് കുറയും. എന്നാൽ കണ്ടുപിടിച്ചില്ല എങ്കിൽ, ഭർത്താവിനാണ് ആ ബന്ധമെങ്കിൽ, ആ ഭർത്താവിന് പിന്നെ ഒരിക്കലും ആ ഭാര്യയോട് സ്നേഹം തോന്നില്ല. ഭാര്യ ചെയ്യുന്നതെല്ലാം കുറ്റമായിരിക്കും, മക്കളോടും കൂടുതൽ ചെയ്യില്ല. ഒരു കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആ ഭർത്താവിന് പറ്റില്ല. അതുപോലെ തന്നെയാണ് ഭാര്യക്കായാലും. ഇങ്ങനെ ഏതെങ്കിലും ഒരു ബന്ധത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവിനില്ലാത്ത കുറ്റങ്ങളും ആ ഭർത്താവിനോട് ഒരു രീതിയിലും അവർക്ക് അടുക്കാനോ സ്നേഹിക്കാനോ പറ്റില്ല. എനിക്കറിയുന്ന ഒരു കുടുംബത്തിൽ തന്നെ വളരെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ഈ ഒരു ഭർത്താവ് വേറെ ഒരു സ്ത്രീയോട് ആഗ്രഹം തോന്നുകയും ആ സ്ത്രീയെ കാണരുത്, മിണ്ടരുത് എന്നൊക്കെ ഭാര്യ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ആ സ്ത്രീയോട് മിണ്ടാനും അടുക്കാനും ഒക്കെ പോയപ്പോൾ ആ കുടുംബം തകർന്നിട്ട് ഇന്നും ആ സ്ത്രീ ഒരു ഭ്രാന്തിൻ്റെ അവസ്ഥയിലാണ് മാനസികമായി പോകുന്നത്. സമൂഹത്തിൻ്റെ മുമ്പേ സന്തോഷമായിട്ടും കുട്ടികളെ നോക്കിയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് അന്ന് തെറ്റിയ ആ മനസ്സ് ഇന്ന് വരെ അവർക്ക് നന്നായിട്ടുണ്ടായിട്ടില്ല. ജീവിതം ഇങ്ങനെ പോകുന്നുണ്ട്, മരിക്കുന്നില്ലാത്തത് കൊണ്ട് ജീവിതം പോകുന്നുണ്ട്. അവർ ആത്മഹത്യ ചെയ്യാത്തത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. കാരണം ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ ഭാവി എന്താകുമെന്നുള്ളൊരു ചിന്തയിൽ സ്വയം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, കാരണം അവർക്ക് പിന്നെ ഒരു ജീവിതം പിന്നീടുള്ള വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവരുടെ മനസ്സിൽ ഞാൻ ഇത്രമാത്രം സ്നേഹിച്ച്, ഞാൻ ഇത്രമാത്രം ഭർത്താവിന് വില കൊടുത്ത്, ഇത്രമാത്രം ആ ഭർത്താവിനെ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇതുപോലെ ഒരു സ്ത്രീ വന്നപ്പോൾ സ്വന്തം ഭാര്യയെ മറന്നുപോയല്ലോ എന്നുള്ളത് ആ സ്ത്രീക്ക് വളരെ വേദനയുള്ളൊരു കാര്യമാണ്. അവരിന്നും
ഒരു ഭ്രാന്തി പോലെ, മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭ്രാന്തി പോലെ അവർ ജീവിക്കുന്നുണ്ട്. മക്കളെയൊക്കെ വലിയ നിലയിലെത്തിച്ചിട്ടുണ്ട്. അവർ ഭാര്യയും ഭർത്താവും ഇന്നൊരുമിച്ച് ജീവിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരന്ന് പോവാതിരുന്നത് അവർക്ക് വേറെ ഒരു വഴി ഉണ്ടായിട്ടുണ്ടായില്ല. കാരണം ഇന്നിപ്പോൾ ഈ എം ഡിയുടെ ഭാര്യ പ്രമീള പോയി എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസവും കഴിവും അമേരിക്കയിൽ പോയി അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആരെയും ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ സാധാരണക്കാരിയായ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ വലിയ വിദ്യാഭ്യാസങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വന്തമായി ഒരു ജോലി ചെയ്ത് ജീവിക്കാനോ പറ്റുന്നുണ്ടാവില്ല. കൂടാതെ മക്കൾ എന്നുള്ള ഒരു കേന്ദ്രബിന്ദുവിൽ അവർ തളക്കപ്പെടും. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ അങ്ങ് പോയാൽ എൻ്റെ കുട്ടികൾക്കാരുണ്ട്, കുട്ടികളെ എവിടെയാക്കിയിട്ട് പോകും, അല്ലെ ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കുട്ടികൾക്കാരുണ്ട് എന്ന് ചിന്തിച്ചിട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അതുതന്നെയാണ് ചെയ്യേണ്ടത്. ഒരു ഭർത്താവ് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടിപ്പോയി ആത്മഹത്യ ചെയ്യുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ആ ഭർത്താവിനോടുള്ള ദേഷ്യവും സങ്കടവും വെച്ച് നമ്മൾ ജനിപ്പിച്ച ഈ കുട്ടികൾ എന്ത് ചെയ്യാനാണ്? അവർക്കറിയില്ലല്ലോ അച്ഛൻ ഈ തെറ്റ് ചെയ്തതുകൊണ്ടാണ്, അല്ലെ അമ്മ ഈ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ഈ ജീവിതത്തിൽ നമ്മളിങ്ങനെ ആയിപ്പോയതെന്ന് അവർക്കറിയില്ല. അവർ വലുതാവുമ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്കൂടി വളരുന്ന കുട്ടികളുടെ ജീവിതവും ആ ഒരു കാരണത്തിൻ്റെ പേരിൽ നശിച്ചു പോകും. അതേസമയത്ത് ഒന്ന് ചീഞ്ഞാൽ ഒന്ന് വളാവുമെന്ന് പറഞ്ഞതുപോലെ അമ്മയോ അച്ഛനോ അതിലാരെങ്കിലും ഒന്ന് സഹിച്ചാൽ കുട്ടികൾക്ക് നല്ല ജീവിതം കിട്ടും എന്നാണ് പലപ്പോഴും പണ്ടെല്ലാവരും ചിന്തിച്ചിട്ടുണ്ടായത്. പക്ഷേ ഇന്നത്തെ തലമുറ അതല്ല. ചെറിയൊരു രീതിയിൽ എന്തെങ്കിലും കാണുമ്പോൾ ഇതുപോലെ ഒന്നുകിൽ ആത്മഹത്യ, ഇല്ലേ ഡിവേഴ്സ് ചെയ്യേണ്ട കാര്യങ്ങളിലൊക്കെ ചെയ്യണം. എന്നാലും അന്ന് ആ ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എൻ്റെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് ബന്ധമുണ്ടെങ്കിൽ ഞാനിനി അവിടെ നിൽക്കണ്ട എന്ന് ചിന്തിച്ച് കുഞ്ഞിനെയും കൊണ്ടുപോയി നല്ലൊരു ജീവിതം കുഞ്ഞിനും കൊടുത്തൊരു സ്ത്രീയാണ് എം ഡിയുടെ ആദ്യ ഭാര്യ പ്രമീള. അതുകൊണ്ട് തന്നെ ആ കഥ കേട്ടപ്പോൾ അവരെ കുറ്റപ്പെടുത്താനോ അവരെ കീറി മുറിക്കാനോ ആ കാര്യം ചർച്ച ചെയ്യാനോ വേണ്ടിയല്ല ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നും ഒരുപാട് ഫാമിലിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒന്നുകിൽ ചതി, വഞ്ചന, ഭർത്താവിന് വേറെ ഒരു ബന്ധം, അല്ലെ ഭാര്യയ്ക്ക് വേറെ ഒരു ബന്ധം, ഇങ്ങനെ ഉണ്ടാവാം. കുട്ടികൾ അതിൽപ്പെട്ട് ആ ഒരു വഴക്കിൻ്റെ ഇടയിൽ ജീവിക്കുന്ന കുട്ടികളുണ്ടാവും. അതൊന്നും അല്ലെങ്കിൽ ഒരു അമിതമായ മദ്യപാനം മൂലം വീടുകളിലൊന്നും ശ്രദ്ധിക്കാതെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ, കാരണം ഭാര്യ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതൊന്ന് ഉണ്ടാക്കി കുട്ടികളുടെ മുമ്പിൽ കൊടുക്കാൻ പോലും കഴിയാത്ത ഒരുപാട് വീടുകളുണ്ട്. ഇതിനൊക്കെ മാറ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു സാധാരണക്കാരിയായ സ്ത്രീയായ എനിക്കറിഞ്ഞുകൂടാ. കാരണം ഒരാളെ മാറ്റിയെടുക്കുക അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അവരും ഇത് പറഞ്ഞു തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങളങ്ങനെ ചെയ്യരുത്, നിങ്ങൾ അമിതമായി മദ്യപാനം പാടില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ സങ്കടപ്പെടും, നിങ്ങൾ വേറൊരു സ്ത്രീയിലേക്ക് പോകാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് അതായാലും അവരുടെ മനസ്സിലേക്ക് എടുത്താലല്ലേ. അപ്പോൾ ഒരു സൈക്കോളജിസ്റ്റായ ഒരു സ്ത്രീയോ പുരുഷനോ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും വലുതല്ലേ സ്വന്തം ഭാര്യയുടെ കണ്ണീര്, അല്ലെ സ്വന്തം മക്കളുടെ കണ്ണീര്. തിരിച്ച് ഭാര്യയാണെങ്കിൽ ഒരു ഭർത്താവിൻ്റെ കണ്ണീര്, സ്വന്തം മക്കളുടെ കണ്ണീര്, അതിനേക്കാളൊക്കെ വലുതാവുമോ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ ഉപദേശം? അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തുകൊണ്ടായാലും നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന നമ്മുടെ പാർട്ട്ണർ, അത് ഭാര്യയായാലും ഭർത്താവായാലും നമുക്ക് ദൈവം തന്നതാണ്. നമ്മുടെ കൂടെയുള്ള അവരെക്കാൾ വലുതായിട്ട് മറ്റുള്ളവരിൽ ഒന്നുമില്ല. എന്താണ് ഉണ്ടാവേണ്ടത്? സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനേക്കാൾ വലുതായിട്ട് മറ്റൊരു പുരുഷനിൽ എന്താണ് ഉണ്ടാവേണ്ടത്? പൈസ കണ്ടിട്ടാണോ? അല്ല മറ്റെന്തെങ്കിലും? ആദ്യം തേനേ പാലേ എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ കൂടെ പോകുമ്പോൾ നമ്മൾ പറയാറില്ലേ, നിൽക്കുന്നതിനെ വിട്ടിട്ട് പാറുന്നതിൻ്റെ പുറകെ പോവുക എന്നുള്ളത്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ ചിലപ്പം തേനേ പാലേ എന്നൊന്നും വിളിക്കാനുള്ള സമയം ഉണ്ടാവില്ല. കാരണം വീട്ടിലെ കാര്യങ്ങളും വീട്ടിലെ ചിലപ്പോൾ ഉള്ള പൈസയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളുടെ പഠിത്തം കഴിഞ്ഞ് ഹെൽത്ത് പരമായും ചില സമയങ്ങളിൽ സ്ത്രീകൾക്കുള്ള വിഷമങ്ങളും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവ് വരുമ്പം തേനേ പാല്, അല്ലെങ്കിൽ നിങ്ങളിട്ട വസ്ത്രം വളരെ രസമുണ്ട്, നിങ്ങൾക്കത് ഭയങ്കരമായി ചേരുന്നു, ഇതൊന്നും പറയാനൊരു സ്ത്രീക്ക് ചിലപ്പം കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഒരു തേർഡ് പേഴ്സൺ അവരുടെ ഇടയിൽ വരുമ്പോൾ ഈ ഒരു രീതിയിൽ, നിങ്ങളിട്ട വസ്ത്രം എന്തൊരു രസമാണ്, നിങ്ങളെ കാണാൻ ഇന്നൊരു ഭയങ്കര ഭംഗിയാണ്, നിങ്ങളിന്ന് അങ്ങനെ ആയിട്ടുണ്ട്, ഹാൻസം ആയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പുരുഷന്മാരതിലേക്ക് വീഴുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടത് ഇതൊന്നും ഒരു ഭാര്യ പറയണ്ട. കാരണം ഇതെല്ലാം ഉൾക്കൊണ്ടാണല്ലോ ഒരു ഭാര്യ ഭർത്താവിനെ സ്വീകരിക്കുന്നത്. അതിനുശേഷം നിങ്ങളെ ഇന്ന് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഓക്കെയാണ്
എന്നൊന്നും ഒരു ഭാര്യ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ ഭർത്താവിന് വേണ്ടി വീട്ടിലിരുന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ച് ഭർത്താവ് ഭാര്യയും കൂടി ഉള്ള ഫാമിലിയിൽ വന്നു ചേർന്ന മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്നത് തന്നെയാണ് ഒരു സ്ത്രീ ചെയ്യുന്ന ഏറ്റവും വലിയ കടമയും ഏറ്റവും വലിയ സന്തോഷവും. തിരിച്ചും അങ്ങനെ തന്നെ ജോലിയുടെ കാര്യത്തിന് പെടാപ്പെട്ട് ഓടി നടക്കുന്ന ഒരു ഭർത്താവ് തിരിച്ചു വരുമ്പോൾ, നീ ഇന്ന് വളരെ മനോഹരിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്, നീ ഉണ്ടാക്കിയ ഫുഡൊക്കെ വളരെ സൂപ്പറാണ് എന്ന് പറഞ്ഞ് പുകഴ്ത്താത്ത ഒരു ഭർത്താവ്, എന്നാൽ വേറെ ഒരു തേർഡ് പേഴ്സൺ ആ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, നിങ്ങൾ വളരെ സുന്ദരിയാണ് അല്ലേ, നിങ്ങൾ ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ അങ്ങനെയാണ്, നിങ്ങളുടെ പെരുമാറ്റം ഇങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് അടുത്ത് കൂടുമ്പോൾ എൻ്റെ ഭർത്താവ് ഇതൊന്നും പറയുന്നില്ലല്ലോ, പക്ഷേ ഇയാൾ എന്നോട് വളരെ മനോഹരമായി പെരുമാറുന്നുണ്ടല്ലോ എന്ന ചിന്തയിലായിരിക്കാം ചില സ്ത്രീകളും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുപോകുന്നത്. കിട്ടാത്ത സ്നേഹം കിട്ടുമ്പോൾ സ്ത്രീകൾക്കും കിട്ടാത്ത സ്നേഹം കിട്ടുമ്പോൾ പുരുഷന്മാർക്കും മാറ്റം ഉണ്ടാവുമെന്ന് ശരി തന്നെയാണ്. പക്ഷേ അത് മനസ്സിലാക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എനിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയാണ് ഓടി നടക്കുന്നത്, അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊന്നും പറയണ്ട, എന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ഒരുപാട് ആളുകളിൽ നിന്ന് സെലക്ട് ചെയ്ത് എന്നെ എടുത്തത്, അപ്പോൾ എന്നെ സ്നേഹിച്ചിട്ട് തന്നെയായിരിക്കും, എനിക്ക് വേണ്ടിയാണല്ലോ പുറത്ത് ഓടിപ്പോയി ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചാൽ അവിടെ വേറൊരാൾക്കൊരു സ്ഥാനം ഒരിക്കലും വരുന്നില്ല. ഇങ്ങനെയുള്ള വേറൊരാൾ അവിടെ കയറി പറ്റുമ്പോൾ അവരവരുടെ മനസ്സിൽ ഞാൻ എന്താണ്, ഒരു പുരുഷനാണ് അങ്ങനെയെങ്കിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീ ചിന്തിക്കും, എന്നെ ഒന്നിനും കൊള്ളൂലേ, അല്ലെ ഞാൻ സ്നേഹിച്ചിട്ടില്ലേ, എന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ തള്ളിക്കളഞ്ഞ് വേറൊരു സ്ത്രീയുടെ കൂടെ പോയത്, അവർക്കുണ്ടാവുന്ന എന്താണ് എന്നിലുണ്ടാവാത്തത്, ഞാൻ സ്നേഹിച്ചത് ശരി, ഇങ്ങനെ ചിന്തിച്ച് അവരൊരു ഭ്രാന്തിയെ പോലെ പിന്നെയുള്ള കാലങ്ങളിൽ ജീവിക്കും. ഒരിക്കലും ഒരു സ്ത്രീക്ക് അത് മറക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഒരു സ്ഥാനം മാറി വേറൊരു സ്ത്രീയെ അവരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു എന്ന് അറിയുന്ന നിമിഷം തന്നെ ആ സ്ത്രീ മരിച്ചു. തിരിച്ചും എന്നെ മാറ്റി എൻ്റെ ഭാര്യയ്ക്ക് വേറൊരു പുരുഷനോട് ഇഷ്ടം തോന്നി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ വളരെ വലുതാണ്. അതേസമയം പുരുഷന്മാർ ഒന്നുകിൽ പുറത്ത് പോവുകയും വരികയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ വീട്ടിലിരിക്കുന്ന സ്ത്രീ ഇതുപോലുള്ള ചിന്തകളിൽ അവരുടെ ജീവിതം എരിഞ്ഞടങ്ങും. മക്കളെ നോക്കി മക്കൾ പല വഴിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെയും ഈ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജീവിതം ബാക്കി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ വഞ്ചിക്കാതെ, ഇതുപോലെ സ്നേഹിക്കുന്നവരെ വഞ്ചിക്കാതെ എല്ലാവരും സ്നേഹമായിട്ട് തന്നെ ജീവിക്കേണ്ട ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെയാണെന്നറിയില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾക്ക് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളതാണ്. ചെറിയൊരു കാര്യം വരുമ്പം തന്നെ അവരവരുടെ പാട്ടിന് പോകുന്നുണ്ട്. ഇതൊന്നും സഹിച്ച് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ജീവിക്കുന്നില്ല. കാരണം എല്ലാവർക്കും ജോലിയുണ്ട്, അവർക്ക് അവരുടെ കാലിൽ നിൽക്കാനുള്ള പൈസയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ കല്യാണം കഴിയാത്ത കുട്ടികൾ പോലും അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ജീവിച്ച് ജോലി ചെയ്ത് സ്വന്തമായി റൂമെടുത്ത് പൈസ സമ്പാദിക്കണം, എന്നിട്ട് മതി കല്യാണം വേണോ എന്ന് തന്നെ ചിന്തിക്കുന്ന പെൺകുട്ടികളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. കല്യാണമൊന്നും വേണ്ട, ഇതാണ് സുഖം, ഭർത്താവിന് വെച്ച് വിളമ്പി കുട്ടികളെ നോക്കി അതൊന്നും പറ്റില്ല, ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം എന്ന് ചിന്തിക്കുന്ന കുട്ടികളും ഉണ്ട്. അവരത് വളരെ എൻജോയ് ചെയ്ത് ഒരു പരിധി ആകുമ്പോഴത്തേക്ക് ഏജ് അങ്ങ് പോയി, ഇനി കല്യാണം വേണ്ട എന്ന് ചിന്തിക്കുന്ന കുട്ടികളും ഇന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിന് ചുറ്റും കാണുന്ന കുറേ ആളുകളുടെ ജീവിതം ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപാട് വിഷമിച്ച് ഭ്രാന്തിൻ്റെ അവസ്ഥയിൽ ഇനി എന്തെങ്കിലും ഒരു ജീവിതമുണ്ടോ, 50-നോടടുക്കുന്നു 60-നോടടുക്കുന്നു എന്ന് പറയുന്ന സ്ത്രീകളെ എൻ്റെ കൺമുമ്പിൽ ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിലാണ് ഞാനിപ്പോൾ MT വാസുദേവൻ നായരുടെ കഥകളും ഇതൊക്കെ കേട്ടപ്പോൾ ആ പ്രമീള എന്ന് പറയുന്ന MTയുടെ ആദ്യ ഭാര്യയുടെ മനസ്സൊന്ന് ആലോചിച്ചു പോയത്. അതിൽ പൊറുക്കാൻ പറ്റാത്തതായി അവർ ചെയ്തത്, പ്രമീള ചെയ്തത് ശരിയോ MT ചെയ്തത് ശരിയോ അതൊന്നും ചർച്ച ചെയ്യാനോ വിശകലനം ചെയ്യാനോ ഞാൻ ആളല്ല. എന്നാൽ പ്രമീള മരിക്കുന്നതിന് കുറച്ച് മുമ്പ് MTയെ കാണാനൊരാഗ്രഹം പറഞ്ഞെങ്കിൽ അതൊന്ന് സാധിപ്പിച്ചു കൊടുക്കാമായിരുന്നു. ഇന്നിപ്പോൾ രണ്ടുപേരും ഈ ഭൂമിയിലില്ല, എന്നാൽ മോള് ജീവിച്ചിരിക്കുന്നുണ്ട്. ആ മോളും ചിന്തിച്ചിട്ടുണ്ടാവാം എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ അച്ഛനൊന്ന് ശ്രമിച്ചില്ലല്ലോ എന്ന്. എന്തായാലും ആ രണ്ടുപേരുടെയും അധ്യായം അവസാനിച്ചു. ഇനിയുള്ള ഓരോ കുടുംബത്തിലും നല്ലത് തന്നെ ഉണ്ടാവട്ടെ. ആരും ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഇനിയെങ്കിലും ഉണ്ടാവട്ടെ.